നമസ്കാരം. ഇന്നത്തെ വിഷയവും +1 പ്രവേശനം തന്നെയാണ്. നമുക്കറിയാം, ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഒരു നിർണായക ഘട്ടമാണ്. അതിലെ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഒരു സ്കൂളിൽ കോഴ്സ് തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മുടെ സമീപത്തുള്ള സ്കൂളുകളിലെ കോഴ്സുകൾ അത് ഏതൊക്കെ കോമ്പിനേഷൻസ് ഉണ്ട്, അത് നമുക്ക് സ്വീകാര്യമാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കണം. ഈ നമ്മൾ വളരെ ആലോചിച്ച് തെരഞ്ഞെടുക്കേണ്ടത് ഏത് എന്ന് വളരെ ആലോചിച്ച് തന്നെ നമ്മൾ ഈ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മൾ ഫ്യൂച്ചറിൽ അല്ല +2 കഴിഞ്ഞാൽ നമ്മൾ എന്തിനു പോകാൻ അല്ലെങ്കിൽ എന്താവാൻ, ഏത് ഡയറക്ഷനിൽ പോകാൻ നമ്മൾ തീരുമാനിക്കുന്നു എന്നതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള കോഴ്സും കോമ്പിനേഷനും ഒക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. നമുക്ക് ഇപ്പോൾ +1 പ്രവേശനത്തിന് 46 കോമ്പിനേഷനുകൾ ആകെ ഹയർ സെക്കൻഡറിയിലുള്ളത്. 46 ടൈപ്പ് കോമ്പിനേഷൻസ്. സബ്ജക്റ്റ് മാത്രമാണ് പറയുന്നത്. അപ്പൊ അതിൽ ഓരോ സ്കൂളിലും വ്യത്യസ്ത കോമ്പിനേഷനുകളാണ് ഉള്ളത്. സ്കൂളുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ അതിനു മുന്നേ ഈ ഹയർ സെക്കൻഡറിയിലെ വിഷയങ്ങളുടെ എണ്ണം ഒന്ന്, അതിന്റെ മാർക്കുകളും ഒക്കെ ഞാനൊന്ന് പറയാം. നമുക്ക് ഫസ്റ്റ് ഇയറിൽ, ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയറിൽ അഥവാ +1 6 വിഷയങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. എല്ലാ സബ്ജക്റ്റിനും എല്ലാ കോമ്പിനേഷനിലും 6 വിഷയങ്ങളാണ്. അപ്പോൾ ഈ 6 വിഷയക്കാരും എല്ലാ കോമ്പിനേഷൻകാരും ഇംഗ്ലീഷ് പൊതുവായിട്ട് പഠിക്കണം. ഇപ്പൊ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഒരു പൊതു പേപ്പറാണ്. അത് 100 മാർക്കിന്റെ പേപ്പറാണ്. അതിൽ 20 മാർക്ക് സി ഉണ്ട്. പിന്നെ രണ്ടാമത് വരുന്നത്, രണ്ടാം ഭാഷയായിട്ട് നമ്മൾ ഒരു ഭാഷ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് മലയാളമാവാം, അറബിക്കാവാം, ഹിന്ദി ആവാം, സംസ്കൃതമാകാം, ഉറുദു ആവാം, എന്തു ആവാം. പക്ഷെ എന്താ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ, നമ്മൾ ആ ചേരുന്ന സ്കൂളിലെ എല്ലാ സെക്കൻഡ് ലാംഗ്വേജസ്, രണ്ടാം ഭാഷ എന്നാണ് ഞാൻ പോലെ പറയുക അതിന്, സെക്കൻഡ് ലാംഗ്വേജ്. അതിൽ സ്കൂളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പുതിയ ഒരു ഭാഷയൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലയിടത്ത് മലയാളവും അറബിക്കും ഹിന്ദി മാത്രം ഉള്ളിടമുണ്ട്, മലയാളം അറബിക്ക് സംസ്കൃതം ഉള്ളതുകൊണ്ട്. അങ്ങനെ അവിടെ ഉള്ളതിൽ ഏതെങ്കിലും ഒരു ഭാഷ നമ്മൾ തിരഞ്ഞെടുക്കണം. ആ ഭാഷയ്ക്കും ഒരു വർഷം 100 മാർക്കാണ്. 100 മാർക്കിന്റെ പേപ്പറാണത്. അതിൽ 20 മാർക്ക് സി ആണ്. പിന്നെ 4 സബ്ജക്റ്റുകളാണ് ഉള്ളത്. 4 സബ്ജക്റ്റുകൾ. അപ്പം 4 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ബയോ സയൻസ് ആണെങ്കിൽ നമ്മൾ എടുക്കാം മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. എല്ലാത്തിനും 100 മാർക്ക് വീതമാണ്. അതിൽ 20 മാർക്ക് ഓരോ വിഷയത്തിനും സി ഉണ്ട്. മാത്തമാറ്റിക്സ് ഒഴിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് പ്രാക്ടിക്കലും ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഇംഗ്ലീഷ്, ഒരു രണ്ടാം ഭാഷ, പിന്നെ 4 സബ്ജക്റ്റും. ഈ 4 സബ്ജക്റ്റിന്റെ കോമ്പിനേഷൻ മാത്രമാണ് ഇവിടെ പറയുള്ളൂ. പിന്നെ നമുക്കറിയാലോ, ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യമില്ല. ഭാഷ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്, അതിന്റെ കോഡ് എഴുതിയാൽ മതി. അപ്പോൾ ആകെ ഫസ്റ്റ് ഇയറിൽ 600 മാർക്കിന്റെ പേപ്പറാണ്. 600 മാർക്കിന് 6 വിഷയം പരീക്ഷ എഴുതി ആ വിഷയത്തിന്റെ മാർക്കുകൾ കൂടി സെക്കൻഡ് ഇയർ പരീക്ഷ എഴുതുന്നതിന് ഒപ്പം കൂട്ടിച്ചേർത്തിട്ടാണ് 1200 മാർക്ക് വാങ്ങി നമുക്ക് ആ സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യും, 2 മാർക്കും കൂടി ആഡ് ചെയ്യും ഓരോ വിഷയത്തിന്. ഇപ്പോൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഫസ്റ്റ് ഇയറിൽ 100 മാർക്ക്, സെക്കൻഡ് ഇയറിലും അതുപോലെ തന്നെ അതേ പേപ്പറുകൾ തന്നെയാണ് പഠിക്കേണ്ടത്. പക്ഷേ ചാപ്റ്ററുകളൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷും ഈ രണ്ടാം ഭാഷയും ഉള്ളതുകൊണ്ട് സാധാരണ നമ്മളെ കോമ്പിനേഷനിൽ അത് പറയാറില്ല, അത് പൊതുവാണ്. ഇപ്പൊ കൊമേഴ്സ് ആണെങ്കിൽ, കൊമേഴ്സിലെ ഒരു ഗ്രൂപ്പ് നമുക്ക് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ്, പിന്നെ മലയാളം, അല്ല അറബിക്ക്, അങ്ങനെ പിന്നെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇതൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെയും 4 സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഹ്യൂമാനിറ്റീസിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ്, പിന്നെ മലയാളം, അത് പൊതു, പിന്നെ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി, അതൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ 4 സബ്ജക്റ്റിലാണ് കോമ്പിനേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഇപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫുൾ A+ കിട്ടിയവരുണ്ടാവും, 9 A+ കിട്ടിയവരുണ്ടാവും, അങ്ങനെ പല വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ഇപ്പോൾ +1 അപേക്ഷ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. നമുക്ക് ഇഷ്ടപ്പെട്ടത്, എല്ലാവരും സയൻസിന്റെ പുറകെ ഒന്നും ഓടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ ഞാൻ ഹെഡ് മാസ്റ്റർ ആയിരുന്ന സ്കൂളിൽ
ഫുൾ A+ കിട്ടിയ ഒരു കുട്ടി തെരഞ്ഞെടുത്തത് കോഡ് നമ്പർ 35. ഫുൾ A+ കിട്ടിയ കുട്ടി, ഞാൻ ഹെഡ് മാഷ് ആയിരുന്ന സ്കൂളിൽ തെരഞ്ഞെടുത്തത്, ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട് ശരിക്കും. അപ്പം നമ്മൾ ആ ആ ആ കുട്ടി ഇന്ന് കുറേ കാലം പഠിച്ചു പോയിട്ടുണ്ട്, എല്ലാം ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി കോഡ് 35 തിരഞ്ഞെടുത്തത് എന്താണെന്ന് വെച്ചാൽ അവന് ഒരു ജേർണലിസ്റ്റ് ആവാനാണ് ആഗ്രഹം. അതുകൊണ്ട് ആ 35 കോഡിൽ ജേർണലിസം ഉണ്ട്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്. ഇത് 4 വിഷയങ്ങളാണ് ആ കോഡ് നമ്പർ 35 എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ 35 എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ A+ കിട്ടിയവരെല്ലാം സയൻസുകാർ അങ്ങനെയില്ല. നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മൾ മുമ്പോട്ട് എന്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിലാണ് പോകുന്നത്. വേറൊരു കുട്ടി പിന്നെ അന്ന് തന്നെ ഫുൾ A+ കിട്ടിയ കുട്ടി സയൻസിലേക്ക് പോകാതെ കോഡ് നമ്പർ 39 തിരഞ്ഞെടുത്തു. 39 എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഒരുപക്ഷെ ആ കുട്ടി ഇപ്പോൾ CA പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താവാനാണോ ആഗ്രഹം, നമുക്ക് എന്താണോ താല്പര്യം, അതിനനുസരിച്ച് നമ്മൾ ഈ കോമ്പിനേഷൻസ് തിരഞ്ഞെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഫുൾ A+ കിട്ടിയ മുഴുവൻ കുട്ടികളും തന്നെ പിന്നെ എന്താവുന്നില്ല, ഈ സയൻസ് ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയും നമ്മൾ മാറ്റണം. അപ്പം ഞാനിത് പറയാൻ കാരണം, നമ്മുടെ സമൂഹത്തിൽ സയൻസ് എടുത്തില്ലെങ്കിൽ എന്തോ മോശം എന്ന രീതിയിലാണ് കാണുന്നത്. നമ്മളുടെ കുട്ടികളും രക്ഷിതാക്കളും വ്യക്തമായ ലക്ഷ്യത്തോടെ ശരിക്കും കോമ്പിനേഷൻസ് തിരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അപ്പം നമ്മൾ അക്കാര്യത്തിൽ നമ്മളുടെ അയൽവാസി പറയുന്നതോ നാട്ടുകാർ പറയുന്നതോ അല്ല, നമ്മളെ കൂട്ടത്തിലുള്ള കുട്ടികൾ പഠിക്കാൻ പോകുന്നത് സയൻസാണ്, ഞാനും സയൻസ് എടുക്കാം എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതി എല്ലാവരും ഒഴിവാക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമുക്ക് പറ്റുന്ന വിഷയമേ എടുക്കാവൂ. സയൻസ് വിഷയങ്ങളെ സംബന്ധിച്ച് ലാംഗ്വേജ് ചിലപ്പം പ്രശ്നമാവും. എപ്പോഴും നമുക്ക് മലയാളത്തിലൊന്നും വിഷയങ്ങൾ എഴുതാൻ പറ്റില്ല. എന്നാൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് പോലെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ മലയാളത്തിലും നമുക്ക് എളുപ്പത്തിൽ പരീക്ഷയൊക്കെ എഴുതാം. നമ്മൾ ഈ ലാംഗ്വേജ് ചേഞ്ച് ഒക്കെ പ്രശ്നമുള്ളപ്പോൾ ഹ്യൂമാനിറ്റീസും കൊമേഴ്സിലൊക്കെ അത് വളരെ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടക്കും. എന്നാൽ സയൻസിൽ അത് മലയാളീകരിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, സിലബസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സയൻസ് ഇത്തിരി കട്ടിയാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സും ഹയർ സെക്കൻഡറിയിലെ സയൻസും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ 10ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു 25 ഇരട്ടിയെങ്കിലും +1ലും +2ലും പഠിക്കാനുണ്ട് സയൻസിനെ സംബന്ധിച്ചെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ 2 A+, 3 A+ ഒന്നും ഉള്ള കുട്ടികൾ, 2ഉം 3ഉം A+ ഉള്ള കുട്ടികൾ ദയവായി, എനിക്ക് തോന്നുന്നത് സയൻസ് ഒന്നും എടുക്കണ്ട എന്നാണ്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, 2 A+ അല്ലെങ്കിൽ 3 A+ കിട്ടിയ ഒരു കുട്ടിക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ചിലപ്പോൾ അത് എത്തിപ്പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു രക്ഷിതാവ് എന്നോട് അഭിപ്രായം ചോദിച്ചിരുന്നു. എറണാകുളത്തുള്ള ഒരു രക്ഷിതാവ് എന്നോട് ഫോണിൽ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അവൻ്റെ ഗ്രേഡ് ഒക്കെ അനാലിസിസ് ചെയ്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ കുട്ടിയെ കൊണ്ട് സയൻസ് എടുപ്പിക്കണ്ട. അപ്പം ലാസ്റ്റ് മൊമെൻറ്റിൽ ആ കുട്ടിക്ക് സയൻസ് കിട്ടി. കുട്ടിക്ക് 2 A+ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ അമ്മ അതിന് കാരണം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ സയൻസാണ്, അതായത് അമ്മ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്കൊരാഗ്രഹം മോനും സയൻസ് എടുക്കണം. അങ്ങനെ മുമ്പോട്ട് പോയി പരീക്ഷയുടെ ഫീസ് അടയ്ക്കാൻ സമയത്ത് കുട്ടിക്ക് തീരെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ കുട്ടി ആ വർഷം ക്യാൻസൽ ചെയ്തു, പരീക്ഷാ ഫീസ് അടച്ചില്ല. അപ്പോൾ അധ്യാപകർ പറഞ്ഞു, അടുത്ത വർഷം മറ്റൊരു ഗ്രൂപ്പിൽ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുത്ത് പഠിച്ചാൽ മതി, കുഴപ്പമില്ല. ഇപ്പോൾ ആ അവസ്ഥയിലാണ്. അപ്പോൾ ഒരു വർഷം ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു. പഠിക്കാൻ കഴിയുമെങ്കിൽ പോകണം, അല്ല നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ, ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും ഒക്കെ സയൻസ് ആയാലും ഓരോ വിഷയങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും പറ്റാത്ത വിഷയത്തിൽ പോയിട്ട് തോക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന വിഷയത്തിൽ വളരെ നല്ല മാർക്ക് മേടിക്കുന്നതാണ് എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഇനി ഞാൻ ചെയ്യുന്നത്, ഈ സയൻസ്, ഹ്യൂമാനിറ്റീസ്, പിന്നെ കൊമേഴ്സ് എന്നീ വിഷയങ്ങളിലുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പം സയൻസ് വിഷയങ്ങൾ എന്ന് പറയുന്നത് കോഡ് നമ്പർ 1 മുതൽ 9 വരെയുള്ളത് സയൻസാണ്.
പിന്നെ കോഡ് നമ്പർ 40. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കോഡാണ് നമ്മളുടെ കോഡ് നമ്പർ 1. പിന്നെ ബയോമാത്സ് എന്ന് പറയുന്നത്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ താഴോട്ട് അഞ്ചാമത്തെ കോഡ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് ഉള്ള കോഴ്സാണ് കോഡ് നമ്പർ 5. പിന്നെ 40ാമത്തെ കോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഇലക്ട്രോണിക് സിസ്റ്റംസ്. അപ്പോൾ ഇത്രയും 10 എണ്ണമാണ് ശരിക്കും ഈ പിന്നെ സയൻസ് ഗ്രൂപ്പിൽ വരുന്നത്. 10 കോമ്പിനേഷൻസ് ആണ്. അപ്പൊ നമ്മൾ അത് ഈ കോമ്പിനേഷൻസ് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഏതാണ് നമുക്ക് താല്പര്യമുള്ളതെന്ന് നോക്കുക. താല്പര്യം മാത്രം പോലെ നമ്മുടെ വീട്ടിനടുത്ത സ്കൂളിൽ ഇതിലേതെങ്കിലും കോഴ്സ് ഉണ്ടോ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചേരാൻ വേണ്ടിയിട്ട്. ഇനി ഇതാണ് സയൻസ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ആകെ 10 കോമ്പിനേഷൻസ് ആണ് ഈ സയൻസ് വിഭാഗത്തിലുള്ളത്. അതിൽ ഇഷ്ടമുള്ളതും നമ്മുടെ വീട്ടിനടുത്ത സ്കൂളിൽ ഉള്ളതും ആയിട്ടുള്ളതിൽ നമുക്ക് ചേരാം. രണ്ടാമത് ഹ്യൂമാനിറ്റീസ് ആണ്. ഹ്യൂമാനിറ്റീസിൽ ഒരുപാട് വിഷയങ്ങളുടെ കോമ്പിനേഷൻ ഉള്ളതാണ് ഹ്യൂമാനിറ്റീസ്. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി, സോഷ്യോളജി, ജിയോളജി, മ്യൂസിക്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, ആന്ത്രപ്പോളജി, സ്റ്റാറ്റിക്സ്, മലയാളം, ഹിന്ദി, അറബിക്ക്, ഉറുദു, കന്നഡ. ഈ മലയാളം, ഹിന്ദി, ഉറുദു, കന്നഡ എന്ന് പറയും. അവിടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം പഠിക്കണം. അതിന് പുറമെ മലയാളം ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യും. അതാണ് ഈ മലയാളം, അറബിക്ക്, ഉറുദു എന്ന് പറയുന്നത്. തമിഴ്, സംസ്കൃതം, ഇസ്ലാമിക് ഹിസ്റ്ററി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അങ്ങനെ 26 വിഷയങ്ങളുള്ള പല കോമ്പിനേഷൻസും ഏതിലുണ്ട്? ഈ ഹ്യൂമാനിറ്റീസിലുണ്ട്. ഹ്യൂമാനിറ്റീസിലെ കോമ്പിനേഷൻസിന്റെ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 മുതൽ 35 വരെയും 10 മുതൽ 35 വരെ ഹ്യൂമാനിറ്റീസ് ആണ്. പിന്നെ 41 മുതൽ 46 വരെയും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ചില വിഷയങ്ങൾക്ക് വലതുഭാഗത്ത് വൈ എന്നിട്ടിട്ടുണ്ട്. വൈ ഇട്ടതിന് പ്രാക്ടിക്കൽ കൂടി ഉണ്ടായിരിക്കും. ഇനി അതാണ് ഹ്യൂമാനിറ്റീസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് ഒരുപാട് കോഡുകളുണ്ട്. നമുക്ക് ഏതിൽ വേണേലും ചെയ്യാൻ നോക്കുക. 10 മുതൽ 35 വരെ ഹ്യൂമാനിറ്റീസ് ആണ്. പിന്നെ 41 മുതൽ 46 വരെയും ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കുട്ടികളോട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള, ഒരു തിരുത്താൻ വേണ്ടി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നമുക്ക് തിരുത്താൻ ഒരു അവസരം കിട്ടും സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് എങ്കിൽ പോലും നമ്മൾ ഇത് കോമ്പിനേഷൻ ശരിക്കും നോക്കണം. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരൻ അതാ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഞാനും അത് കൊടുക്കരുത്. എന്താ, ഒരു കഴിഞ്ഞ വർഷം ഒരു കുട്ടി അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. മാഷെ, ആകെ പെട്ടുപോയി, ഞാൻ ഈ കോഡ് 28 കൊടുത്തത്. കോഡ് 28 കുട്ടി ഹ്യൂമാനിറ്റീസിൽ കൊടുത്തു. എന്താ സംഭവിക്കുക? കോഡ് 28 എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, സാൻസ്ക്രിറ്റ് സാഹിത്യം, സംസ്കൃത സാഹിത്യം, സംസ്കൃത ശാസ്ത്രം, ഈ 4 വിഷയങ്ങളാ കോഡ് 28. അപ്പോൾ 2 പേപ്പർ സംസ്കൃതമാണ്. ഈ കുട്ടി സംസ്കൃതത്തിന്റെ അക്ഷരം പോലും പഠിക്കാത്ത കുട്ടിയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താ? എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്തു? തിരുത്താൻ അവസരം വന്നപ്പോൾ ആ ഗ്രൂപ്പ് തിരുത്തി മാറ്റുക ചെയ്തു. ഇത്തരത്തിലൊക്കെ സംഭവിക്കും. നമുക്ക് പറ്റാത്ത ഏതെങ്കിലും ഒരു വിഷയം അതിനകത്ത് കയറി വന്നാൽ, ഇപ്പൊ അറബി പഠിക്കാത്തവർ അറബി ഉള്ള ഏതെങ്കിലും ഗ്രൂപ്പ് എടുക്കാൻ പാടില്ല, തമിഴ് പഠിക്കാത്തവർ തമിഴുള്ള ഗ്രൂപ്പ് എടുക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത്, കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണമെന്നാണ് മറ്റൊരു അഭ്യർത്ഥന. ഇനി നമ്മുടെ മൂന്നാമത്തെ വിഭാഗമാണ് കൊമേഴ്സ്. കൊമേഴ്സിന്റെ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് 36 മുതൽ 39 വരെയുള്ള 4 കോമ്പിനേഷൻ മാത്രമാണ് കൊമേഴ്സിലുള്ളത്. അതിൽ 39 പ്രാക്ടിക്കൽ ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പ്രാക്ടിക്കൽ ഉണ്ട്. 37 പ്രാക്ടിക്കൽ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഗ്രൂപ്പുകളും അവയുടെ കോഡുകളും. അപ്പം നിങ്ങൾ ഇത് വളരെ നന്നായി പേരൻസ് ഇതൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ കുട്ടിക്ക് പറ്റുന്ന ഏതാണ്, അല്ല ആ രീതിയിൽ ചിന്തിച്ച കുട്ടിയും രക്ഷിതാക്കളും തമ്മിൽ ചർച്ച ചെയ്തിട്ട് വേണം നമ്മൾ ഈ കോമ്പിനേഷൻ തീരുമാനിക്കാൻ. അതിന് മറ്റു മാനദണ്ഡങ്ങളൊന്നും തന്നെ നമ്മൾ സ്വീകരിക്കരുത്. നമ്മുടെ ലക്ഷ്യം എന്താണ്, നമുക്ക് പറ്റുന്നത് ഏതാണ്, നമ്മുടെ വീട്ടിനടുത്ത സ്കൂളിൽ ഏതാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ കോമ്പിനേഷൻസിനെ പറ്റി നല്ല ധാരണ വന്നിട്ടുണ്ടാവും.
പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിക്കേണ്ടത് ഏതാ വേണ്ടതെന്ന് നേരത്തെ കണ്ടു വെക്കുക. അതിൻ്റെ കോഡും കൂടി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. കാര്യങ്ങളിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. പിന്നെ ഈ അലോട്ട്മെൻറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് ഓരോ വിവരങ്ങളും ഞാൻ തരും. നിങ്ങൾ ദയവായി ഈ ചാനൽ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.